ഒരു തവളയും ഫ്രെഡി മെർക്കുറിയും പിന്നെ കുളത്തൂപ്പുഴയും. 2012 ഒരു കൂട്ടം ഗവേഷകർ കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ പരിധിയിൽ വരുന്ന അരിപ്പ എന്ന സ്ഥലത്തെ ഒരു അമ്പലത്തിൻ്റെ പ്രദേശങ്ങളിൽ ഒരു പുതിയ ഇനം തവളയെ കണ്ടുപിടിച്ചു. ആ തവളയ്ക്ക് അവർ ഇട്ട പേരാണ് മെർക്കുറാന മെജസ്റ്റിക്ക പലുസ്ട്രസ്. ഫോട്ടോയിൽ കാണുന്നത് ഒരു ആൺ തവളയാണ്. ഇതിൻ്റെ ആൺതവളയ്ക്ക് ഒരു തരം തുരുമ്പ് പിടിച്ച ഒരു കളർ, ഒരു തുരുമ്പ് ബ്രൗണിൽ ആ ഒരു കളറും, ഒരു പെൺതവളയ്ക്ക് പച്ച നിറവുമാണ്. ഇത് ഒരു പുതിയ ഇനം തവളയാണ്. ഇത് വെസ്റ്റേൺ ഗാട്സ് റീജിയനിൽ മാത്രമേ ലോകത്ത് കാണപ്പെടുന്നുള്ളൂ. അതിൽ തന്നെ ഈ കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയയിലാണ് കണ്ട മിക്ക സൈറ്റിങ്സ്. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ മെർക്കുറാന എന്ന് പറയുന്ന പേര് വന്നതാണ് നമ്മുടെ ടൈറ്റിലിൻ്റെ ഒരു ക്യാച്ചിങ് പോയിന്റ്. ഈ തവളയെ പറ്റി പറയുകയാണെങ്കിൽ ഈ തവള ഒരു അർബോറിയലാണ്, അതായത് മരത്തിൽ വസിക്കുന്ന തവളയാണ്. ഈ തവളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുട്ടയിടുന്നത് ഈ ഇലയൊക്കെ കൊഴിഞ്ഞു വീഴുമല്ലോ, ഈ ഫോറസ്റ്റിൽ ഇല കൊഴിഞ്ഞു വീണിട്ട് ആ ഇലയുടെ അടിയിൽ മണ്ണുണ്ടല്ലോ, അവിടെയാണ് ഇത് മുട്ടയിടുക. അപ്പോൾ ആണും പെണ്ണും ഇണചേർന്നിട്ട് മുട്ടയിടുന്നത് അത് ഈ വീണ ഇലകളുണ്ടല്ലോ അതിൻ്റെ അടിയിലെ മണ്ണ് ഇവർ കുഴിച്ചിട്ട് അവിടെ മുട്ടയിടും. അപ്പോൾ ഇതിൻ്റെ പേര് നോക്കിക്കേ, മെർക്കുറാന. ഈ മെർക്കുറാന എന്നുള്ള പേര് വരാൻ കാര്യം ഗവേഷണം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അവർക്ക് ഫ്രെഡി മെർക്കുറിയുടെ പാട്ട് അവർക്ക് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ വൈബ്രൻറ്റ് പേഴ്സണാലിറ്റി അവർക്ക് ഇഷ്ടമായിരുന്നു. ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന, പിന്നെ ഫ്രെഡി മെർക്കുറി കുറേ നാൾ ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ ഈ വെസ്റ്റേൺ ഗാട്സിൻ്റെ മോൾ ഭാഗത്ത് വരുന്ന മഹാരാഷ്ട്രയിലുള്ള ഏരിയയിൽ അങ്ങനത്തെ ബോർഡിംഗ് സ്കൂളിലായിരുന്നു പുള്ളി പഠിച്ചിരുന്നത്. അപ്പോൾ ആരായിരുന്നു ഫ്രെഡി മെർക്കുറി? ഫ്രെഡി മെർക്കുറി എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ഇംഗ്ലീഷ് പാട്ടുകാരനായിരുന്നു. ആൾ ശരിക്കും ഇന്ത്യൻ ആൻസസ്ട്രി ഉള്ള ആളാണ്. ബേസിക്കലി ഒരു പാർസി ഫാമിലി എന്ന് വന്നതാണ്. ആളുടെ ശരിക്കുള്ള പേര് ഫറൂഖ് ബുൾസാർ എന്നായിരുന്നു. പിന്നെ ആൾ പാട്ടുകാരനായപ്പോൾ ഫ്രെഡി മെർക്കുറി എന്നുള്ള പേരാണ് എടുത്തത്. അപ്പോൾ അതിനാണ് ഈ മെർക്കുറി എന്നുള്ള പേരാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, മെർക്കുറാന. അപ്പോൾ മെർക്കുറാന എന്ന് വരാൻ കാര്യം ഈ മെർക്കുറി എന്നുള്ള പേരിൻ്റെതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെഡി മെർക്കുറി പിന്നെ അവരൊരു ഭയങ്കര ഫേമസ് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ഒരു ക്വീൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മ്യൂസിക് ഗ്രൂപ്പായിരുന്നു. അതിൽ ലീഡ് സിംഗറായിരുന്നു, ലീഡ് വോക്കലിസ്റ്റ് ആൻഡ് ലിറിസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാട്ട് എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ വി വിൽ റോക്ക് യു എന്നുള്ള പാട്ട്, പിന്നെ ബൊഹീമിയൻ റാപ്സഡി അത് ഈ അടുത്ത സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രെഡി മെർക്കുറിയുടെ ലൈഫ് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയുന്നില്ല. എന്തായാലും ഫ്രെഡി മെർക്കുറി എന്ന ഒരു ഗായകൻ്റെ പേരിൽ നിന്നാണ് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് നെയിം ഇൻസ്പയർ ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെഡി മെർക്കുറി. ഇത് നമ്മുടെ ഒരു ഫീമെയിൽ ഫ്രോഗാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ പച്ച കളറാണ്. മെയിലായിരുന്നെങ്കിൽ ഒരു റസ്റ്റി ബ്രൗൺ കളറായിരുന്നു, ഫീമെയിൽ ഒരു പച്ച കളറാണ്. നമ്മുടെ ഫ്രെഡി മെർക്കുറി കുറച്ചും കൂടെ പ്രായമായ സമയത്തുള്ളതാണ്. ആദ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ മുടിയൊക്കെ പോയി ഫുൾ സ്റ്റൈൽ മാറി, മീശയൊക്കെ വന്നു. പിന്നെ ഇത് എൻ്റെ നാട് കുളത്തൂപ്പുഴയാണ്. അപ്പോൾ ഇത് അതിൻ്റെ റിവർ സൈഡിലുള്ള ഒരു ഏരിയയാണ്, ഫോറസ്റ്റിൻ്റെ സൈഡിലുള്ള ഏരിയയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തവളയും കുളത്തൂപ്പുഴയും തമ്മിൽ, അല്ലെങ്കിൽ ഫ്രെഡി മെർക്കുറിയും തമ്മിലുള്ള ബന്ധം.